ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഈദിനുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പുഡിങ്ങായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബദാം മിക്സ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഓരോരുത്തർക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം, അതായത് ഒരു ഗ്ലാസ് ചായ കപ്പിലാണെങ്കിൽ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ മൊത്തം പഞ്ചസാര തന്നെയാണ് ഇട്ടത്. ഇപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ചൈന ഗ്രാസ്, 1/2 ലിറ്റർ പാലിലേക്ക് ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസാണ് യൂസ് ചെയ്തത്. അത് ചെറിയ പീസാക്കിയിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് ചെറിയ ചൂടിൽ, അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. കൈയെടുക്കാണ്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ പാലല്ലേ അപ്പം അത് അടിക്ക് പിടിക്കും. അപ്പം മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ടൈഗറിൻ്റെ ബദാം മിക്സ് ഒരു 5 ഡ്രോപ്സ് ഇറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലേവർ നോക്കിയിട്ട് പിന്നെ ഇറ്റിച്ചാൽ മതി. അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനിയിപ്പം നമ്മുടെ ചൈന ഗ്രാസ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കുതിരാൻ വെച്ചാൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. പാലിൻ്റെ മിക്സും ചൈന ഗ്രാസും കൂടി നമുക്കൊന്ന് അരിച്ച് ഒഴിക്കാം. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കാം കേട്ടോ. അപ്പോഴാണ് എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്കൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കുക. നട്ട്സ് ഉള്ളവർക്ക് നട്ട്സും കൂടി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനിപ്പം മേലത്തെ ബബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം തണുത്തിട്ട് കഴിക്കാം. സെറ്റാണ്, സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക് യു.